ഹലോ മോളെ ചെറിയമ്മ വിളിക്കും, കാശ് വല്ലതും ഉണ്ടോ ചോദിക്കും. ഇല്ലെന്ന് അങ്ങോട്ട് പറഞ്ഞേക്കണം കേട്ടല്ലോ. അച്ഛൻ ചെറിയമ്മയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ടായിരിക്കില്ല ചെറിയമ്മ ചോദിക്കുന്നുണ്ടാവുക. അച്ഛൻ ആർക്കും വേണ്ടി പിശുക്കി കൂട്ടുന്നേ. എനിക്ക് വേണ്ടാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ സ്വത്തുക്കൾ എനിക്ക് വേണ്ടാന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് കൂടുതൽ ആഗ്രഹിച്ചൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അച്ഛനൊന്ന് പോയേ. ഫുഡിന് ഓർഡർ കൊടുക്കണം. മനു 300 എഴുതിയില്ലേ? മനു 300 എഴുതിയിട്ടുണ്ട്. ഗംഗാധരൻ 350. ചേട്ടാ, ഈ ഗംഗാധരൻ്റെ ഗ എന്ന് പറയുമ്പോൾ നഖത്തിൻ്റെ ഗയാണോ അതോ നക്ഷത്രത്തിൻ്റെ ഗയാണോ? നക്ഷത്രത്തിന്റെ കായ. നീ ബുക്കിംഗ് തന്നെ പാർവതി തന്നിട്ട് എഴുതിക്കോളൂ. എന്ത്? ഒന്നുമില്ല, എന്തൊക്കെയായിരുന്നു. പാർവതി അഹങ്കാരിയാണ്, അവളുടെ തന്ത പിശുക്കനാണ്, കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്തവളാണ്. എന്നിട്ടിപ്പോൾ എന്തിനും പാർവതി അല്ലേ? എന്നാലും നിന്നേക്കാളും പേതാണ് അവള്. എൻ്റെ പൊന്ന് പ്രസാദേട്ടാ, നിങ്ങൾ മറ്റേ ഗംഗാധരൻ്റെ ഗാടെ പേരില്ല എന്നോടത്ത് ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ എനിക്കിത് തീർത്തും ഒത്തുകൊള്ളാൻ പറ്റും. ആ, ഇതേ വന്നല്ല. ഇതേ പേഴ്സണൽ സെക്രട്ടറി ഇവിടെ കറക്റ്റ് സമയത്ത് ഒന്ന് കണക്ക് കൊടുക്കണം, വെറുതെ മനുഷ്യനെ മിടക്കെടുത്താനായിട്ട്. പ്രസാദേട്ടാ കിട്ടില്ലേ? കിട്ടണം. എന്ത്? ഓണക്കൂടി നാളത്തെ ഓണപരിപാടിക്ക് വരുമ്പോൾ ഇതിട്ടിട്ട് വരണം. നീ ആ കണക്ക് എവിടെ കൊണ്ട് എഴുതിപ്പിക്കണേ? എഴുതിപ്പിക്കാമല്ലോ. ഞാൻ ഇറങ്ങണേ. ചേച്ചി, നമ്മളും ഷർട്ടൊക്കെ ഇടും. ആ, നീ ഇടണ്ട. എന്താണ്? ഇച്ചിരി സ്പെഷ്യലാണ്. എന്താണ്? ലവ് ആണോ? ആണെങ്കിൽ ആണെങ്കിന്നാ നിങ്ങൾ എന്നോട് പറഞ്ഞു ആ പ്രസാദേട്ടൻ അങ്ങനെ പറഞ്ഞാണല്ലോ, ഭയങ്കര പ്രശ്നമായിക്കളയും കേട്ടാ. ഇതാകെ അറിയാവുന്ന നിന്റെ പ്രസാദേട്ടനാ. പ്രസാദേട്ടനാ? സെൻറ്റ് ജോസഫിലും ഞാൻ 10ലും നിന്റെ പ്രസാദേട്ടൻ +2ലും പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ നിന്റെ പ്രസാദേട്ടനെ പുറകെ നടക്കാൻ തുടങ്ങിയത്. ഓ, വൺ സൈഡ്. തിരുവനന്തപുരം വൺ സൈഡ്. പിന്നെ നിന്റെ മണ്ടത്തരം കാരണം എനിക്കൊരു ഉപകാരം ഉണ്ടായി. കുറച്ചു കാലം എനിക്ക് പുള്ളിയുടെ കൂടെ ഒന്ന് നടക്കാൻ പറ്റി. ഓ, എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ? ഈ ഗംഗാധരൻ്റെ കഥ ഇങ്ങനെ ഇരിക്കണ വേണോ അതോ ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണ വേണോ? പോയ മുകിലിൻ്റെ മനസ്സിലായി. എഴുതി ഞാനൊന്ന് അന്ന് കറങ്ങി.